നമസ്കാരം, ഷെക്കന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിവര ചോർച്ചയിലൂടെ 2020 US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ചൈന വൻതോതിൽ ഇടപെട്ടെന്ന ഗുരുതര ആരോപണവുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. 22 കോടിയോളം അമേരിക്കൻ വോട്ടർമാരുടെ വ്യക്തിവിവരങ്ങൾ ചൈന നിയമവിരുദ്ധമായി ചോർത്തിയെന്നും സംഭവത്തിൽ FBI-യും നാഷണൽ ഇന്റലിജൻസും അടിയന്തര അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. തിരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്ക് രാജ്യം ഇതുവരെ നേരിട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഭീഷണിയാണ് ഈ വിവര ചോർച്ചയെന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടുന്നു. US തിരഞ്ഞെടുപ്പ് സംവിധാനത്തിലെ സുരക്ഷാ വീഴ്ചകൾ തുറന്നുകാട്ടുന്ന രേഖകളുടെ ക്ലാസിഫൈഡ് പദവി ഉടൻ ഒഴിവാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുൻപ് തിരഞ്ഞെടുപ്പിൽ ചൈനീസ് ഇടപെടലിന് തെളിവില്ലെന്ന് വിലയിരുത്തിയ US രഹസ്യാന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലുകളെ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് ട്രംപിന്റെ പുതിയ നീക്കം. രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ചില ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ബോധപൂർവ്വം മറച്ചുവെക്കുകയായിരുന്നുവെന്നും അദ്ദേഹം ആരോപിക്കുന്നു. അതേസമയം ട്രംപിന്റെ ഈ ഗുരുതര ആരോപണങ്ങൾ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ശക്തമായി നിഷേധിച്ചു. തങ്ങൾ അമേരിക്കൻ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ ഒരിക്കലും ഇടപെട്ടിട്ടില്ലെന്നും വരും ദിവസങ്ങളിൽ അതിന് ഒരുമ്പെടില്ലെന്നുമാണ് ചൈനീസ് എംബസി വ്യക്തമാക്കിയത്. എന്നാൽ ചൈനയുടെ ഇടപെടൽ തെളിയിക്കുന്ന അതീവ രഹസ്യ രേഖകൾ വരും ദിവസങ്ങളിൽ പൊതുജനങ്ങൾക്ക് മുന്നിൽ പരസ്യപ്പെടുത്തുമെന്ന് US CIA മേധാവി ജോൺ റാറ്റ്ക്ലിഫും പ്രഖ്യാപിച്ചതോടെ വരും ദിവസങ്ങളിൽ ഈ വിഷയം US രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റ് സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. വടക്കൻ ആഫ്രിക്കൻ രാജ്യമായ അൾജീരിയയിലെ സർക്കാർ നിയന്ത്രണത്തിലുള്ള അനാഥാലയത്തിലുണ്ടായ അതിദാരുണമായ തീപിടുത്തത്തിൽ 11 കുട്ടികൾ ദാരുണമായി കൊല്ലപ്പെട്ടു. തലസ്ഥാനമായ അൾജിയേഴ്സിന്റെ കിഴക്കൻ പ്രാന്തപ്രദേശമായ മുഹമ്മദിയിലുള്ള ശിശുക്ഷേമ കേന്ദ്രത്തിലാണ് പുലർച്ചെയോടെ വൻ ദുരന്തം സംഭവിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ 3:30-യോടെയാണ് ചൈൽഡ്ഹുഡ് റിലീഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ഇരുനില കെട്ടിടത്തിൽ വൻ തീപിടുത്തമുണ്ടായത്. അനാഥരും ഭിന്നശേഷിക്കാരുമായ കുട്ടികൾ പാർത്തിരുന്ന ഈ കേന്ദ്രത്തിൽ അൾജീരിയയുടെ ദേശീയ ശിശുദിനത്തിൽ തന്നെയാണ് ഈ നാടിന് നടുക്കിയ ദുരന്തം നടന്നത്. അഗ്നിരക്ഷാസേനയും സിവിൽ ഡിഫൻസ് വിഭാഗവും സ്ഥലത്തെത്തി നടത്തിയ സങ്കീർണമായ രക്ഷാപ്രവർത്തനത്തിലൊടുവിലാണ് വലിയ പുക പടലങ്ങൾക്കിടയിൽ നിന്നും കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിയ പലരെയും പുറത്തെത്തിക്കാനായത്. തീപിടുത്തത്തിൽ പരിക്കേറ്റ 19 കുട്ടികളെ സമീപത്തെ മുസ്തഫ പാഷ ആശുപത്രിയിലും പ്രത്യേക പൊള്ളൽ ചികിത്സാ വിഭാഗത്തിലും പ്രവേശിപ്പിച്ചു. രാജ്യത്ത് കഴിഞ്ഞ കുറച്ചു ദിവസമായി തുടരുന്ന കടുത്ത ഉഷ്ണതരംഗമാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ 1000-ഓളം ചെറുതും വലുതുമായി തീപിടുത്തങ്ങളാണ് രാജ്യത്തുടനീളം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദുരന്തത്തിൽ അൾജീരിയൻ പ്രസിഡന്റ് അബ്ദുൽ മജീദ് തബൂൺ ആഴത്തിലുള്ള അനുശോചനം രേഖപ്പെടുത്തി. പ്രധാനമന്ത്രി സിഫി ഖരീബിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസംഘം ആശുപത്രിയിലെത്തി പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുകയും അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. ഉക്രൈനിലെ പുതിയ പ്രധാനമന്ത്രിയായി രാജ്യത്തെ പ്രമുഖ പൊതുമേഖലാ ഊർജ്ജ കമ്പനിയായ നാഫ്റ്റോഗാസിന്റെ തലവനായിരുന്ന സെർഹി കൊററ്റ്സ്കിയെ പാർലമെന്റ് നിയമിച്ചു. പ്രസിഡന്റ് വ്ളോദിമിർ സെലൻസ്കി നടത്തിയ വലിയ ഭരണകൂട പുനഃസംഘടനയുടെ ഭാഗമായാണ് 289 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ ഈ അടിയന്തര നിയമനത്തിന് പാർലമെന്റ് അംഗീകാരം നൽകിയത്. യുദ്ധകാലത്തെ മറ്റൊരു കഠിനമായ ശീതകാലത്തെ നേരിടുവാൻ രാജ്യത്തെ സജ്ജമാക്കുവാൻ ഊർജ്ജ മേഖലയിൽ മികച്ച പ്രവർത്തന പരിചയമുള്ള കൊററ്റ്സ്കിയാണ് കൂടുതൽ യോഗ്യതയുള്ളതെന്ന് പ്രസിഡന്റ് സെലൻസ്കി ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ പ്രതിരോധ സേനയ്ക്ക് ആവശ്യമായ ആയുധങ്ങളും ഡ്രോണുകളും പൂർണ്ണമായി ലഭ്യമാക്കുക, റഷ്യൻ ആക്രമണത്തിൽ തകർന്ന ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കുക, യൂറോപ്യൻ യൂണിയൻ അംഗത്വം വേഗത്തിലാക്കുക എന്നിവയാണ് തന്റെ സർക്കാരിന്റെ പ്രധാന മുൻഗണനകളെന്ന് ചുമതലയേറ്റ ശേഷം പുതിയ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. എന്നാൽ വെറും 6 മാസം മാത്രം പദവിയിലിരുന്ന ജനപ്രിയ പ്രതിരോധ മന്ത്രി മൈഖലോ ഫെഡ്രോവിനെ പ്രസിഡന്റ് സെലൻസ്കി പുറത്താക്കിയതിനെതിരെ പാർലമെന്റിന് മുന്നിൽ വൻ ജനകീയ പ്രതിഷേധം അരങ്ങേറുന്നതിനിടയിലാണ് ഈ പുതിയ നിയമനം. യുദ്ധം കൊടുമ്പിരികൊണ്ടിരിക്കുന്ന ഈ നിർണായക ഘട്ടത്തിൽ പ്രതിരോധ മന്ത്രിയെ മാറ്റിയത് രാജ്യത്തിന്റെ സൈനിക പരിഷ്കരണങ്ങളെയും യുദ്ധതന്ത്രങ്ങളെയും ദോഷകരമായി ബാധിച്ചേക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് പ്രതിപക്ഷവും രാഷ്ട്രീയ നിരീക്ഷകരും ഉയർത്തുന്നത്. വിദേശ വിദ്യാർത്ഥികൾക്കും എക്സ്ചേഞ്ച് വിസിറ്റർ മാർഗമുള്ള വിസകളുടെ കാലാവധി 4 വർഷമായി ചുരുക്കിക്കൊണ്ട് ട്രംപ് ഭരണകൂടം കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് കനത്ത തിരിച്ചടിയാകുന്നതാണ് അമേരിക്കയുടെ പുതിയ വിസ നിയമ ഭേദഗതി. പുതിയ ചട്ടപ്രകാരം വിദേശ വിദ്യാർത്ഥികൾക്കും എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളിൽ എത്തുന്നവർക്കും പരമാവധി 4 വർഷത്തേക്ക് മാത്രമേ വിസ അനുവദിക്കുകയുള്ളൂ. നേരത്തെ പഠന കാലയളവ് പൂർത്തിയാകുന്നതുവരെ വിസയ്ക്ക് സ്വാഭാവിക കാലാവധി ഉണ്ടായിരുന്നുവെങ്കിൽ പുതിയ നിയന്ത്രണത്തോടെ ഈ ആനുകൂല്യമാണ് വിദ്യാർത്ഥികൾക്ക് നഷ്ടമാകുന്നത്. ഈ പുതിയ തീരുമാനം ഉന്നത വിദ്യാഭ്യാസം ലക്ഷ്യമിട്ട് അമേരിക്കയിലേക്ക് പോകുന്ന മലയാളി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളുടെ ഭാവിയെ ആശങ്കയിലാക്കുന്നു. 4 വർഷത്തിൽ കൂടുതൽ പഠന കാലാവധിയുള്ള PhD ഗവേഷകർക്കും മെഡിക്കൽ റെസിഡൻസി ചെയ്യുന്ന ഡോക്ടർമാർക്കും വിസ കാലാവധി നീട്ടുവാൻ ഇനി പ്രത്യേക അപേക്ഷ സമർപ്പിക്കേണ്ടിവരും. വിസ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുന്നതിലൂടെ വിദേശത്തു നിന്നുള്ള വിദ്യാർത്ഥികളുടെ കുടിയേറ്റത്തിന് വലിയ തോതിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുവാനാണ് പുതിയ ഭരണകൂടം ഈ തീരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലി US-ഉം ഇറാനും തമ്മിലുള്ള സൈനിക പോരാട്ടം 6ാം ദിവസവും അതീവ ഗുരുതരമായി തുടരുന്നു. ചർച്ചകൾക്ക് ഇറാൻ വഴങ്ങിയില്ലെങ്കിൽ വൈദ്യുതി നിലയങ്ങളും പ്രധാന പാലങ്ങളും തകർക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ US വ്യോമാക്രമണം ശക്തമാക്കി. തുടർച്ചയായ 6ാം രാത്രിയിലും ഇറാന്റെ ഉറക്കം കെടുത്തിയാണ് US യുദ്ധവിമാനങ്ങൾ ബോംബ് വർഷം നടത്തിയത്. ഹോർമുസ്ഖാൻ പ്രവിശ്യയിലുണ്ടായ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും തന്ത്രപ്രധാനമായ 2 പാലങ്ങൾ തകരുകയും ചെയ്തു. ഇറാന്റെ പ്രധാന ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന ബുഷറിലും മിസൈലുകൾ പതിച്ചതായാണ് റിപ്പോർട്ട്. ചരക്ക് കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ സൈനിക
സൈനിക നീക്കങ്ങൾ പൂർണ്ണമായി തടയുകയാണ് ലക്ഷ്യമെന്ന് US വ്യക്തമാക്കുമ്പോൾ US നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഇറാൻ ആരോപിക്കുന്നു. സംഘർഷം വഷളായതോടെ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ഹോർമൂസ് കടലിടുക്ക് വഴി പോകുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കരുതെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം കപ്പൽ കമ്പനികൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാൻ വഴങ്ങാത്ത പക്ഷം സൈനിക നടപടികൾ കൂടുതൽ വ്യാപിപ്പിക്കുന്ന മുന്നറിയിപ്പിലാണ് ട്രംപ് ഭരണകൂടം. എന്നാൽ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള അമേരിക്കൻ ആക്രമണങ്ങൾക്കെതിരെ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള രാജ്യാന്തര സംഘടനകൾ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കയിലെ മിഡ്വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് മേഖലകളിൽ പടർന്നുപിടിച്ച കാനഡയിലെയും മിനസോട്ടയിലെയും കാട്ടുതീയിൽ നിന്നുള്ള കനത്ത പുക വൻ വായുമലിനീകരണത്തിന് കാരണമായി. ഷിക്കാഗോ, ഡെട്രോയിറ്റ്, മിനിയാപോളിസ് തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെ വായു നിലവാരം അതീവ അപകടകരമായ തോതിലേക്ക് താഴ്ന്നതോടെ ജനങ്ങളോട് വീടുകളിൽ തന്നെ തുടരുവാൻ അധികൃതർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാനഡയിലെ ഒന്റോറിയയിലും വടക്കൻ മിനസോട്ടയിലുമായി ആഞ്ഞടിക്കുന്ന 100ലധികം കാട്ടുതീകളിൽ നിന്നുള്ള കനത്ത പുക പടലങ്ങളാണ് ശക്തമായ കാറ്റിലൂടെ അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പടരുന്നത്. ഈ പ്രദേശങ്ങളിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന വായുമലിനീകരണ സൂചികയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയത്. പല നഗരങ്ങളിലും അന്തരീക്ഷവായുവിൽ ശ്വാസകോശത്തെ ദോഷകരമായി ബാധിക്കുന്ന സൂക്ഷ്മാണുക്കളുടെ അളവ് റെക്കോർഡ് നിരക്കിലെത്തിയതോടെ കടുത്ത ആരോഗ്യ പ്രതിസന്ധിയാണ് ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത്. വടക്കേ അമേരിക്കൻ വനങ്ങളിൽ ആവർത്തിക്കുന്ന കടുത്ത ഉഷ്ണതരംഗവും വരണ്ട കാലാവസ്ഥയുമാണ് നിലവിൽ കാട്ടുതീ അതിവേഗം പടരുവാൻ കാരണമാകുന്നത്. സ്ഥിതിഗതികൾ ഗുരുതരമായ പശ്ചാത്തലത്തിൽ ജനങ്ങൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ N95 മാസ്കുകൾ ധരിക്കണമെന്നും ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. വരും ദിവസങ്ങളിലും ഈ പുക പടലങ്ങൾ അന്തരീക്ഷത്തിൽ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. ലബനാൻ, സിറിയ, ഗാസ എന്നിവിടങ്ങളിലെ തങ്ങൾ സൃഷ്ടിച്ച പ്രത്യേക സുരക്ഷാ മേഖലകളിൽ നിന്ന് താൽക്കാലം സൈന്യത്തെ പിൻവലിക്കില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയതോടെ മധ്യപൂർവേഷ്യയിൽ പുതിയ രാഷ്ട്രീയ പോര് മുറുകുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്മാറ്റ നിർദ്ദേശത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അമേരിക്കൻ പെന്റഗൺ മേധാവിയെ തങ്ങളുടെ നിലപാട് അറിയിച്ചത്. US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തുമായി നടത്തിയ ടെലിഫോൺ ചർച്ചയിലാണ് ഇസ്രായേൽ തങ്ങളുടെ കർശനമായ നിലപാട് വ്യക്തമാക്കിയത്. അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുവാനും സായുധ സംഘങ്ങളുടെ ഭീഷണി തടയുവാനും ഈ സുരക്ഷാ മേഖലകളിൽ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ സാന്നിധ്യം അനിവാര്യമാണെന്ന് ഇസ്രായേൽ കാറ്റ്സ് ഊന്നി പറഞ്ഞു. ലബനനിൽ നിന്നും സിറിയയിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കണമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഈ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടതില്ലെന്നാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ തീരുമാനം. അതിർത്തി സംരക്ഷണത്തിനായി ഇസ്രായേൽ ഒരിക്കലും അമേരിക്കൻ സൈന്യത്തിന്റെ സഹായം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും തങ്ങളുടെ അതിർത്തികൾ കാക്കുവാൻ സ്വന്തം സൈന്യത്തിന്റെ പൂർണ്ണ പ്രാപ്തിയുണ്ടെന്നും ചർച്ചയിൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. സിറിയയിലെ ഗോലാൻ കുന്നുകളിലെ ബഫർ സോണിലും തെക്കൻ ലബനാനിൽ 10 കിലോമീറ്ററോളം ഉള്ളിലേക്കും ഗാസയുടെ 70% ഭാഗങ്ങളിലും നിലവിൽ ഇസ്രായേൽ സൈന്യത്തിന് പൂർണ്ണ നിയന്ത്രണമുണ്ട്. USന്റെ നേതൃത്വത്തിൽ ലബനനുമായും സിറിയയുമായും സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ പുറത്തുവരുന്ന ഇസ്രായേലിന്റെ ഈ കർക്കശ നിലപാട് സമാധാന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയായേക്കാം. മൊറോക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയിലെ മുൻ ഉദ്യോഗസ്ഥൻ പുറത്തുവിട്ട വെളിപ്പെടുത്തലുകളിലൂടെ രാജ്യം വ്യാപകമായി ഫോൺ ചോർത്തൽ സോഫ്റ്റ്വെയറായ പെഗാസസ് ഉപയോഗിച്ചെന്ന വിവരങ്ങൾ പുറത്തുവന്നു. മാധ്യമപ്രവർത്തകർ, മനുഷ്യാവകാശ പ്രവർത്തകർ എന്നിവർക്ക് പുറമെ ഫ്രഞ്ച്, സ്പാനിഷ് മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും നിരീക്ഷിക്കുവാൻ ഈ സൈബർ ആയുധം ഉപയോഗിച്ചതായാണ് പുതിയ വെളിപ്പെടുത്തൽ. മൊറോക്കോയുടെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ DGSTയിൽ ഒരു പതിറ്റാണ്ടോളം ജോലി ചെയ്ത സഫീർ എന്ന തൂലികനാമത്തിൽ അറിയപ്പെടുന്ന ഉദ്യോഗസ്ഥനാണ് ഈ നിർണായക വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമ കൂട്ടായ്മയ്ക്ക് മുന്നിൽ തുറന്നു പറഞ്ഞത്. ഇസ്രായേൽ ആസ്ഥാനമായുള്ള NSO ഗ്രൂപ്പ് വികസിപ്പിച്ച പെഗാസസ് സോഫ്റ്റ്വെയർ 2017 മുതൽ തന്നെ മൊറോക്കോ തങ്ങളുടെ ആഭ്യന്തര വിദേശ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. ഫോണിൽ നേരിട്ട് സ്പർശിക്കാതെ തന്നെ ദൂരത്തിരുന്ന് ക്യാമറയും മൈക്രോഫോണും സന്ദേശങ്ങളും നിയന്ത്രിക്കുവാൻ സാധിക്കുന്ന ഈ സംവിധാനം വലിയ തുക നൽകിയാണ് രാജ്യം ആദ്യം സ്വന്തമാക്കിയത്. പെഗാസസ് നിർമ്മാതാക്കളായ NSO ഗ്രൂപ്പുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് മൊറോക്കോ കാലങ്ങളായി ഔദ്യോഗികമായി വാദിച്ചിരുന്നുവെങ്കിലും പുതിയ തെളിവുകൾ രാജ്യത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. പെഗാസസ് പ്രോജക്ട് ഇൻസൈഡ് ദി മൊറോക്കൻ സ്പൈയിങ് മെഷീൻ എന്ന പേരിൽ പുറത്തുവന്ന ഈ പുതിയ അന്വേഷണ റിപ്പോർട്ട് ആഗോളതലത്തിൽ വലിയ നയതന്ത്ര പ്രതിസന്ധിക്കും ചർച്ചകൾക്കും വഴി തുറന്നിട്ടുണ്ട്. സ്വന്തം പൗരന്മാരുടെയും വിദേശ പ്രതിനിധികളുടെയും സ്വകാര്യതയിലേക്ക് ഭരണകൂടങ്ങൾ നടത്തുന്ന നിയമവിരുദ്ധമായ ഇത്തരം കടന്നുകയറ്റങ്ങൾ ജനാധിപത്യ മൂല്യങ്ങൾക്ക് കടുത്ത ഭീഷണിയാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. അമേരിക്കയുടെ നേതൃത്വത്തിൽ പസഫിക് സമുദ്രത്തിൽ നടക്കുന്ന വൻകിട നാവികാഭ്യാസത്തിൽ ദക്ഷിണ കൊറിയ പങ്കാളിയായതിനെതിരെ രൂക്ഷ വിമർശനവുമായി നോർത്ത് കൊറിയ രംഗത്തെത്തി. തങ്ങളുടെ അയൽപ്പക്കത്ത് യുദ്ധക്കൊതിമൂത്ത ദക്ഷിണ കൊറിയൻ ഭരണകൂടവും മറ്റ് വിദേശ ശക്തികളും ചേർന്ന് നടത്തുന്ന ഇത്തരം പ്രകോപനങ്ങൾക്കെതിരെ ശക്തമായി തിരിച്ചടി നൽകുമെന്ന് നോർത്ത് കൊറിയ വാർത്താ ഏജൻസിയായ KCNA മുന്നറിയിപ്പ് നൽകി. ലോകത്തിലെ ഏറ്റവും വലിയ സംയുക്ത സൈനിക അഭ്യാസങ്ങളിലൊന്നായ റിംപാക്ട് 2026 ഈ തവണ പസഫിക് മേഖലയെ കരിമരുന്നിന്റെ മണമുള്ള ഒരു യുദ്ധക്കളമാക്കി മാറ്റിയെന്നാണ് വടക്കൻ കൊറിയയുടെ ആരോപണം. ചരിത്രത്തിൽ ആദ്യമായി ദക്ഷിണ കൊറിയൻ നാവികസേന ഈ ബഹുരാഷ്ട്ര നാവികാഭ്യാസത്തിന്റെ ഒരു പ്രധാന വിഭാഗത്തിന് നേതൃത്വം നൽകുന്നതിനെ പോങ്യാങ് അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. കൊറിയൻ ഉപദ്വീപിലെ നിലവിലുള്ള സമാധാന അന്തരീക്ഷം തകർക്കുവാനും വടക്കൻ കൊറിയയ്ക്കെതിരെ മുൻകൂർ ആക്രമണം നടത്തുവാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ യുദ്ധപരിശീലനമെന്ന് അവർ കുറ്റപ്പെടുത്തുന്നു. ഏകദേശം 1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ദക്ഷിണ കൊറിയൻ ഭരണകൂടത്തെ വിശേഷിപ്പിക്കുവാൻ നോർത്ത് കൊറിയൻ മാധ്യമങ്ങൾ വീണ്ടും അമേരിക്കയുടെ പാവ സർക്കാർ പപ്പറ്റ് ഗവൺമെന്റ് എന്ന കടുത്ത പ്രയോഗം ഉപയോഗിക്കുന്നത്. കൃത്രിമ ബുദ്ധിയും അത്യാധുനിക അൺമാൻഡ് സാങ്കേതിക വിദ്യകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഹവായിക്ക് സമീപം നടക്കുന്ന ഈ സൈനിക നീക്കം മേഖലയിൽ വൻ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇതിന് ആനുപാതികമായ പ്രതിരോധ നടപടികളിലേക്ക് രാജ്യം നീങ്ങുമെന്ന വടക്കൻ കൊറിയൻ അധികൃതരുടെ മുന്നറിയിപ്പ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്.
വേൾഡ് ടുഡേ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.